ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കളെയും സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി മത്സരത്തിൽ ചാമ്പ്യന്മാരായ പ്രസ് ക്ലബ് ടീമിനെയും മലപ്പുറം പ്രസ് ക്ലബ് അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുമിച്ച് ആലോചിക്കുമ്പോൾ ഈ രണ്ട് പ്രൊഫഷനും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇനി പ്രശ്നങ്ങളില്ലെങ്കിലും ആക്റ്റീവായിട്ടും അലേർട്ടായിട്ടും പേഴ്സണൽ പ്രസൻസ് ആവശ്യകത വരുന്ന രണ്ട് മേഖലകളാണ്. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സൈഡ് സ്റ്റെപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ രാവിലെ പോലീസിന്റെ ജില്ലയിൽ മൊത്തം വലിയൊരു ഗ്രൂപ്പായിരുന്നു, ഏതാണ്ട് 80-100ഓളം കുട്ടികൾ കാണും പ്ലസ് 2 10ാം ക്ലാസ്സിലെ. സമാനമായിട്ട് ഇവിടെ നമ്മൾ മാധ്യമപ്രവർത്തകരുടെ താരതമ്യേന ചെറിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും കുട്ടികൾ അത്തരത്തിലുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്തി എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരോട് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്നത് അവരറിയുന്നിടത്തോളം കാര്യങ്ങളുടെ വശങ്ങൾ മറ്റാരും അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി വിതരണം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ക്യാഷ് അടുത്തത് അടുത്ത യുഎസ് വിന്നർ കൈമാറുന്നു. അടുത്തത് ഹാരിസ് ഖാൻ. ചാമ്പ്യന്മാരാണ് സാധിച്ചത്. ഏറെ നിർണായക റോൾ വഹിച്ച ടീമിനെ ക്രോഡീകരിച്ച ടീമിനെ. അടുത്തതായിട്ട് ഷംസീർ. അടുത്തതായി മുജീബ് പൊള്ളിച്ചോര ടീമിനെ. നമ്മുടെ മലപ്പുറത്തെ സ്പോർട്സിന്റെ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ്. അടുത്തതായിട്ട് മിഥുന്റെ ഒരു ഭാഗ്യം, നമ്മുടെ ടീമിന്റെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ ഇതിന് ടീമിന്റെ ശക്തനായി ടീമിന്റെ അംഗങ്ങളുടെ മാനേജറും ഇതെല്ലാം നിസാറിന്റെ ഒരു ആവേശം തന്നെയായിരുന്നു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ മുഖ്യാതിഥിയായി. മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി അജയ്കുമാർ, സമീർ കല്ലായി, സി പ്രജോഷ് കുമാർ, പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ഗീതു തമ്പി, ജോയിന്റ് സെക്രട്ടറി പി പി അഫ്താബ്, ഭാരവാഹികളായ കെ ബി സതീഷ് കുമാർ, നസീബ് കാരാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രസ് ക്ലബ് ട്രഷറർ പി എ അബ്ദുൽ ഹൈ നന്ദി പറഞ്ഞു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.